ശക്തി. ഈശോയിലെ എനിക്കേറെ സ്നേഹമുള്ള ഷാലോം TV-യുടെ പ്രേക്ഷകരെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിനോട് അനുബന്ധമായി ഷാലോം TV നടത്തുന്ന ഈ മരിയൻ പ്രഭാഷണങ്ങളിലെ എന്നോട് സംസാരിക്കാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിനെ ഓർത്ത് ഞാനേറെ സന്തോഷത്തോടുകൂടെ ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മരിയൻ പ്രഭാഷണത്തിലെ ഇന്നത്തെ ശുശ്രൂഷ ദൈവാനുഗ്രഹപ്രദമാകാൻ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നല്ല ദൈവമേ, നീ ഞങ്ങളെ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നിൻ്റെ അമ്മയെക്കുറിച്ച്, പ്രത്യേകിച്ച് സഹനത്തിൻ്റെ വഴികളിൽ നിൻ്റെ അമ്മ ഞങ്ങൾക്ക് നൽകുന്ന മാതൃകകളെക്കുറിച്ച് നിൻ്റെ മക്കളോട് സംസാരിക്കുമ്പോൾ നിൻ്റെ ആത്മാവിൻ്റെ നിറവ് കൊണ്ട് ബലഹീനായ ഈ ദാസനെയും എന്നെ കേൾക്കുന്ന നിൻ്റെ മക്കളെയും നീ അനുഗ്രഹിക്കണേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് കാവലും സംരക്ഷണമാകണേ. ആമേൻ. സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഇന്നത്തെ മരിയൻ പ്രഭാഷണത്തിലെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന പ്രമേയം സഹനം സ്വീകരിക്കുന്നതിലെ മറിയം കാണിച്ച മഹത്വപൂർണമായ ഒരു കാഴ്ചപ്പാട്. ഈശോയെ സഹനത്തിൻ്റെ ദാസനായിട്ടാണ് പ്രവാചകന്മാരെ അവതരിപ്പിക്കുന്നത്. സഹനത്തിൻ്റെ ദാസൻ, സഹിക്കുന്ന ദാസൻ. എന്നാൽ പരിശുദ്ധ അമ്മ ഈ സഹനത്തിലെ ഉത്തരവാദിത്വപൂർണമായിട്ട് പങ്കെടുത്ത കർത്താവിൻ്റെ ദാസിയാണ്. ഈശോയുടെ പീഡാനുഭവ വേളകളിലെ ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിലെ മറിയം ഏറ്റെടുത്ത സഹനങ്ങൾ ഒരുപക്ഷെ ശിക്ഷത്ത ജീവിതത്തിലെ ഞാനും നിങ്ങളും കടന്നു പോകുന്ന പ്രതിസന്ധികൾക്ക്, ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടി വരുന്ന കുരിശുകൾക്ക് പ്രചോദനവും വഴികാട്ടിയുമാണ്. ഇന്നത്തെ ഈ പ്രഭാഷണം ഞാൻ എൻ്റെ ഒരു അനുഭവം കൊണ്ട് ആരംഭിക്കാൻ ഇഷ്ടപ്പെടുകയാണ്. അജപാലന സന്ദർശന വേളയിലെ ഞാൻ കണ്ടുമുട്ടിയ ഒരു കുടുംബത്തിൻ്റെ സങ്കടകരമായിട്ടുള്ളൊരു കഥയാണിത്. അജപാലന സന്ദർശന വേളയിലെ വികാരിച്ചൻ അവസാനത്തെ കുടുംബ കൂട്ടായ്മ വേളയിലെ എൻ്റെ ചെവിയിലൊന്ന് മന്ത്രിച്ചു. ഈ കുടുംബ കൂട്ടായ്മയിലെ ഒരു കുടുംബത്തിലെ ഒരു സഹോദരൻ ഏതാണ്ട് 38 വർഷക്കാലമായിട്ട് തളർന്നു കിടക്കുകയാണ്. പിതാവിന് സാധിക്കുമെങ്കിലേ ഈ സന്ദർശനം വേളയിലെ അദ്ദേഹത്തെ ഒന്ന് കാണാനും ഒന്ന് പ്രാർത്ഥിക്കാനും എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ സർവ്വസന്തോഷത്തോടുകൂടി സമ്മതിച്ചു. ഞങ്ങൾ ഈ വീട്ടിലേക്ക് ചെന്നു. ഒരു വളരെ ചെറിയ വീടാണ്. കണ്ടു കഴിഞ്ഞാൽ അറിയാം, വളരെ സാധാരണക്കാരും സാധുക്കളുമായിട്ടുള്ളൊരു കുടുംബമാണ്. ഞാൻ കുടുംബത്തിൻ്റെ ചവിട്ടിൽപ്പടി കയറുമ്പോൾ എന്നെ സ്വീകരിക്കുന്നത് കുടുംബനാഥയാണ്. ഒരു സാധാരണ സാധു സ്ത്രീ, മധ്യവയസ്കന് അപ്പുറത്തേക്ക് പ്രായമുണ്ട്. എന്നെ കണ്ടപ്പോൾ വളരെ ആദരവോടുകൂടെ സ്തുതി ചൊല്ലി. ഞാൻ ആ ചേർത്തിയുടെ കയ്യെ കൂട്ടിപ്പിടിച്ച് പ്രതികരിച്ചിട്ട് പറഞ്ഞു, സന്തോഷം, നിങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നിങ്ങളുടെ മക്കളൊക്കെ എവിടെ പോയി? പെട്ടെന്ന് ഈ സ്ത്രീ അലമുറയിട്ട് വാവിട്ട് വിതുമ്പിക്കരഞ്ഞ് അകത്തോട്ട് ഓടിപ്പോയി. എനിക്കൊരു കാര്യം മനസ്സിലായി, എൻ്റെ വാക്കുകളിൽ എന്തോ അപകടമുണ്ട്, ഞാൻ പറഞ്ഞതിൽ എന്തോ കുഴപ്പമുണ്ട്. വളരെ ജാള്യതയോട് കൂടിയിട്ടാണ്
ഞാൻ ആ വീട്ടിലേക്ക് പ്രവേശിച്ചത്. കട്ടിലിൽ കിടക്കുന്ന സഹോദരൻ്റെ തൊട്ടടുക്കൽ ഇരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഭാര്യ കരഞ്ഞുകൊണ്ട് അകത്തോട്ട് ഓടിപ്പോയത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പെട്ടെന്ന് അദ്ദേഹം ദീർഘനിശ്വാസം വിട്ടിട്ട് എന്നോട് പറഞ്ഞു, പിതാവേ, പിതാവിൻ്റെ ചോദ്യവും ഞങ്ങളുടെ ജീവിതവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ആ വെള്ളിയാഴ്ച, ആദ്യത്തെ വെള്ളിയാഴ്ച, പാടത്തും പറമ്പിലും പണി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ കയറി വരുന്ന നേരത്ത് അമ്മ പറഞ്ഞു, എടാ മോനെ, സാമ്പാർ ശരിയായിട്ടില്ല, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നീ ആ മുരിങ്ങ കയറിയിട്ട് ഒരു 4-5 മുരിങ്ങക്കാ പൊട്ടിച്ചു കൊണ്ടുപോവാ, സാമ്പാർ ഉണ്ടാക്കണം. ഞാൻ ഒരു കോലുകൊണ്ട് മുരിങ്ങക്കാ തെട്ടി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് കയറി പൊട്ടിക്കാൻ ഞാൻ മരത്തെ കയറിയതാ. എനിക്കറിയാൻ പാടില്ല ഫാദറെ, എൻ്റെ ഭാഗ്യക്കേട് മുതുക് തല്ലി ഞാൻ വീണു. എന്നെ കൊണ്ടുപോകാത്ത ആസ്പത്രികളില്ല, എന്നെ ചികിത്സിക്കാത്ത പിഷഗുരന്മാരില്ല. എൻ്റെ നട്ടലിൻ്റെ കശേരുക്കൾ തകർന്നു. ഞാൻ അന്ന് തുടങ്ങി കിടപ്പാണ്. പിതാവേ, ഭാര്യയും ഭർത്താവും ദാമ്പത്യ ജീവിതത്തിൽ ഏർപ്പെടാൻ അവകാശമുള്ളവരാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരിക്കലും നടക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ വൈവാഹിക ബന്ധത്തിൻ്റെ ദാമ്പത്യ സൗഭാഗ്യം അനുഭവിച്ചിട്ടില്ല. ലൈംഗികമായിട്ട് ഞങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ കാണാൻ വരുന്ന വൈദികര്, ഞങ്ങളുടെ സുഹൃത്തുക്കള്, ധാരാളം പേര് ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ഈ കാര്യം പറഞ്ഞ് പിതാവിന് കത്ത് കൊടുക്കുകയാണെങ്കിൽ മാർപ്പാപ്പയിൽ നിന്ന് നിങ്ങൾക്ക് അനുവാദം കിട്ടി ഈ ചേച്ചിക്ക് വേറൊരു കല്യാണം കഴിക്കാൻ സാധിക്കും. ഞാൻ പല പ്രാവശ്യം എൻ്റെ ഭാര്യയോട് ഇക്കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും അവൾ സമ്മതിച്ചിട്ടില്ല. അപ്പോഴേക്കും ചേച്ചി കരച്ചിലൊക്കെ മാറി അടുത്തു വന്നു. ചേട്ടൻ അടുക്കി പിടിച്ചിരുത്തിയിട്ട് കരനീട്ടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എടി നീ എന്തിനാ മണ്ടിപ്പെണ്ണെ കരഞ്ഞത്? പിതാവ് അറിവില്ലാണ്ട് ചോദിച്ചതല്ലേ. നീ എൻ്റെ കൊച്ചാണ്, നമുക്ക് കുഞ്ഞുങ്ങള് നമ്മൾ പരസ്പരം അല്ലേ. ആ ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നോട് പല പ്രാവശ്യവും വേറെ വിവാഹം കഴിക്കാൻ സാധിക്കുമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. കാരണം എൻ്റെ മുൻപിലെ ജീവിതത്തിന് വഴികാട്ടുന്ന ഒരു മാതൃകയുണ്ട്. കാൽവരിയുടെ കുരിശിൻ്റെ താഴെ നിന്ന പരിശുദ്ധ കന്യകാമറിയം. യോഹന്നാന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം 25-ാമത്തെ തിരുവചനം. അവൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ നിന്നു. ഒരുപക്ഷെ ദാമ്പത്യ ജീവിതത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഒരു പ്രതീകം കാൽവരിയുടെ താഴെ നിന്ന അമ്മയെപ്പോലെ ദാമ്പത്യ ജീവിതത്തിലെ ഭർത്താവിൻ്റെ കുരിശിൻ്റെ താഴെ നിൽക്കുന്ന ഒരു ഭാര്യ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതം സഹനത്തിൻ്റെ തീച്ചുളയിലുള്ള ഒരു പരിശീലനവും പരിവർത്തനവുമാണ്. മംഗളവാർത്ത തുടങ്ങി അവൾ അനുഭവിച്ചിട്ടുള്ള വ്യതകള്, വേദനകള്, സങ്കടങ്ങള്, അവൾ കടന്നുപോയ കാൽവരിയുടെ താഴ്വരകള്, ഇതെല്ലാം നിങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അഗ്നിയിൽ സ്ഫുടം ചെയ്തപ്പെട്ട സ്വർണം പോലെയാണ് പരിശുദ്ധ കന്യകാമറിയം. സഹനത്തിൻ്റെ തീച്ചൂളയിലാണ് മറിയത്തിൻ്റെ മഹത്വം, അതിൻ്റെ മനോഹാരിത, ശോഭ ഞാനും നിങ്ങളും കാണുന്നതും അനുഭവിക്കുന്നതും. മറിയം മംഗളവാർത്ത സ്വീകരിച്ചപ്പോൾ തുടങ്ങിയതാണ് അവൾ അങ്കലാപ്പുകൾ, അവൾ അസ്വസ്ഥ ചിത്തയാണ്, അവൾ ഭയചകിതയാണ്. മർത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ, പുരുഷനെ അറിയാതെ ഭാര്യ ഗർഭം ധരിച്ചതിൻ്റെ പേരിൽ യൗസേപ്പ് അവളെ തെറ്റിദ്ധരിക്കുന്നു.
അവളെ രഹസ്യത്തില് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിക്കുന്നു. നാട്ടുകാരുടെ മുൻപിലെ പരിഹാസത്തിന്റെ വിഷയം. പുരുഷൻ അറിയാതെ സ്ത്രീ ഗർഭം ധരിക്കുന്നു. അത് ദൈവിക വെളിപാടാണ്, ദൈവത്തിന്റെ ഇടപെടലാണ്, അതിന്റെ പിറകിൽ പരിശുദ്ധാത്മാവാണ് എന്നൊക്കെ ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ പറയുന്നുവെങ്കിലും നാട്ടുനടപ്പനുസരിച്ച്, നാട്ടുകാരുടെ ചിന്താഗതി അനുസരിച്ച് മറിയം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ വിധിക്കപ്പെട്ട ഒരു ബലിയാടിനെ പോലെയാണ്. മറിയം യേശുവിന്റെ പ്രസവ സമയമായപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെ ഒരു വിവരണം തന്നെയില്ലേ മത്തായിയുടെ സുവിശേഷത്തില്? രാജാവിന്റെ കൽപ്പന അനുസരിച്ച് ഭർത്താവുമൊത്ത് പൂർവീകരുടെ നാട്ടിലേക്ക്, ബേത്ലഹേമിലേക്ക് നടത്തുന്ന ഒരു യാത്ര. പ്രസവ സമയം അടുത്തിട്ട് ബേത്ലഹേമിൽ സ്ഥലം കിട്ടാതെ യൗസേപ്പ് നിരാശ്രയനായിട്ട് അലഞ്ഞു തിരിയുന്ന ഒരു സാഹചര്യം. അവസാനം കാലികളുടെ സങ്കേതമായിട്ടുള്ള ഒരു പുൽത്തൊഴുത്തിലെ, ഒരുപക്ഷെ നിറഞ്ഞ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങളുടെ നടുവിലെ, മലമൂത്ര വിസർജ്യങ്ങളുടെ നടുവിലെ, അവിടെയാണ് ദിവ്യരക്ഷകനെ മറിയം ജന്മം കൊടുക്കുന്നത്. ലൂക്കാ സുവിശേഷകന്റെ വിവരണമനുസരിച്ച് കുഞ്ഞിനെ പുതപ്പിക്കാനായിട്ട് അവരുടെ കയ്യിലുള്ളത് പട്ടുവസ്ത്രങ്ങളല്ല, പിള്ളക്കച്ചകളാണ്. മലാഖ ആട്ടിടയന്മാരോട് പറയുന്നത്, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കൊരു അടയാളം ഞാൻ തരുന്നു. പിള്ളക്കച്ചകളിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നിങ്ങൾ കാണും. പഴം തുണിയിൽ പൊതിഞ്ഞ ദിവ്യരക്ഷകൻ. തിരുപ്പിറവിക്ക് തൊട്ടു പിറകെ വരുന്നു കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള രാജകീയ കൽപ്പന. മത്തായിയുടെ സുവിശേഷത്തിന്റെ വിവരണം അനുസരിച്ച് മറിയവും യൗസേപ്പും കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്നു. കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഒരു തുടർ കഥയാണ് മറിയവും യൗസേപ്പിന്റെയും കുടുംബജീവിതം. അതുകൊണ്ട് തന്നെയല്ലേ 40-ാം ദിവസം ഈശോയെ ദേവാലയത്തിലേക്ക് കാഴ്ചവെച്ചപ്പോൾ ശമയോൻ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിലൂടെ ഒരു വാൾ കടക്കും. നിന്റെ ഹൃദയത്തിന്റെ നടുവിലൂടെ ഒരു വാൾ കടക്കും. ഒരുപക്ഷെ കാൽവരിയിലെ കുരിശ് ഉയർത്തപ്പെട്ടത് കാൽവരിയിലെ മണ്ണിലല്ല, മറിയത്തിന്റെ ഹൃദയത്തിലാണ്. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. മറിയത്തിന്റെ ഹൃദയത്തിലാണ് കാൽവരിയിലെ കുരിശ് ഉയർന്നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ സുവിശേഷകൻ വളരെ അർത്ഥവത്തായിട്ട് പറഞ്ഞത്, കുരിശിന്റെ താഴെ അവന്റെ അമ്മ മറിയം നിൽപ്പുണ്ടായിരുന്നു. കുരിശിന്റെ വഴിയിൽ അവൾ സന്നിഹിതയാണ്, ഉറപ്പാണ്. കുരിശിൽ നിന്നിറക്കിയ തിരുശരീരം മാതാവിന്റെ മടിയിലാണ് കിടത്തിയത്. അത് കല്ലറയിലെ വെക്കപ്പെടാനായിട്ട് കൊണ്ടുപോകുമ്പോൾ കണ്ണുനീരോടുകൂടി വിലാപയാത്രയ്ക്ക് അമ്മ അകമ്പടി നിൽക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസം അനുസരിച്ച് മറിയത്തെ വ്യാകുല മാതാവ് എന്നാണ് വിളിക്കുന്നത്. വ്യാകുല ജനനി, ഹൃദയത്തിന്റെ ഭാരം കൊണ്ട് തകർന്ന മറിയം. ഞാൻ തൃശ്ശൂർ പുത്തൻപള്ളി ബസിലിക്ക ഇടവകക്കാരനാണ്. ഒരുപക്ഷെ എനിക്കതിൽ അഭിമാനമുണ്ട്. ഞങ്ങളുടെ അൾത്താരയുടെ മധുബഹായിലെ മനോഹരമായിട്ടുള്ളൊരു പിയേത്തായുടെ രൂപമുണ്ട്. മൈക്കിൾ ആഞ്ചലോയുടെ മനോഹരമായിട്ടുള്ള ശില്പത്തിൻ്റെ ഒരു പ്രതീകം. മാതാവിൻ്റെ മടിയിലെ ഈശോ കിടത്തപ്പെട്ടിരിക്കുന്നു. മറിയം എന്ന പ്രതീകത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആവിഷ്കാരമാണ് മൈക്കിൾ ആഞ്ചലോയുടെ പിയേത്ത. അതിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു ആവിഷ്കാരം വേറെയില്ല. മറിയത്തിൻ്റെ ജീവിത കഥ മുഴുവൻ സുവ്യക്തമാക്കുന്ന ഒരാവിഷ്കാരം. സ്നേഹമുള്ളവരെ, ഇവിടെയാണ് മറിയത്തിൻ്റെ മഹത്വം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്. മറിയം നടന്നു നീങ്ങിയ വഴികള് കാൽവരിയുടെ ഇടുങ്ങിയ വഴികളിലൂടെയാണ്. മറിയത്തിൻ്റെ വഴികള് കാൽവരിയുടെ വഴികളാണ്. മറിയം കടന്നുപോയത്
കുരിശിന്റെ വഴിയിലൂടെയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായം 13-14 വാക്യങ്ങൾ. ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുക. മിലാനിലെ വിശുദ്ധനായ അംബ്രോസ്, പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മഹാഭക്തനായ വിശുദ്ധൻ, അദ്ദേഹം പറയുന്നുണ്ട്, ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച ഏറ്റവും വലിയ തീർത്ഥാടകയാണ് മറിയം. ഇടുങ്ങിയ വഴികളിലൂടെ സഞ്ചരിച്ചവള്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് മറിയത്തിന്റെ സഹനത്തിന്റെ മഹത്വപൂർണമായിട്ടുള്ള ഈ കഥ ഞാൻ അവതരിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾ പ്രചോദനപ്പെടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും എനിക്കൊക്കെ ധാരാളം സഹനങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ മുൻപിലെ ധാരാളം കാൽവരികളുണ്ട്. എൻ്റെയും നിങ്ങളുടെയൊക്കെ മുൻപിലെ ധാരാളം പ്രതിസന്ധികളുണ്ട്. പ്രതിവിധിയില്ലാത്ത പ്രതിസന്ധികളുടെ നടുവിലെ നട്ടം കറങ്ങുന്ന മനുഷ്യൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവത്തിന് കണ്ണുണ്ടോ? ദൈവം ഇത് കാണുന്നുണ്ടോ? ദൈവം എന്തുകൊണ്ടാണ് ഇപ്രകാരം എന്നോട് ചെയ്തത്? അവർക്കുള്ള മറുപടിയാണ് യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിലെ 25-ാമത്തെ തിരുവചനം. അവന്റെ കുരിശിന്റെ താഴെ അവന്റെ അമ്മ നിന്നു. സഹനത്തെ എങ്ങനെ നോക്കിക്കാണണമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. അമ്മയുടെ മാതൃകയിലൂടെയാണ് നമ്മൾ സഹനത്തെ നോക്കിക്കാണേണ്ടത്. വിശുദ്ധയായ അൽഫോൻസമ്മയുടെ തിരുനാള് ഈ ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിച്ചു. അൽഫോൻസമ്മ എപ്പോഴും മറിയത്തോട് പ്രാർത്ഥിച്ചിരുന്ന ഒരു വലിയ മനോഹരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അൽഫോൻസമ്മ തൻ്റെ സഹനങ്ങളുടെ തീച്ചുളയിൽ എന്നും പറയാറുള്ളൊരു കാര്യമുണ്ട്: പരിശുദ്ധ കന്യകാമറിയം തുന്നൽ കൂടാതെ നെയ്ത ഈശോയുടെ മേലങ്കി അതാർക്ക് ലഭിക്കണമെന്ന് തർക്കമുണ്ടായപ്പോൾ അവസാനം പട്ടാളക്കാർ പറഞ്ഞു, ഇത് കീറാൻ പാടില്ല, ഇതിൻ്റെ സമഗ്രതയിൽ, ഇതിൻ്റെ സമ്പൂർണതയിലെ ഇത് സംരക്ഷിക്കപ്പെടണം, ഇത് ആർക്ക് കൊടുക്കും? തർക്കം മൂത്തപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ചിട്ടിയിട്ട് തീരുമാനിക്കാം. നറുക്കിട്ട് അത് ഒരാൾക്ക് കിട്ടി. അൽഫോൻസമ്മ തൻ്റെ ഡയറിയിൽ പറയുകയാണ്, കർത്താവിൻ്റെ സഹനത്തിൻ്റെ മേലങ്കി, പരിശുദ്ധ അമ്മ തുന്നൽ കൂടാതെ നെയ്തെടുത്ത ആ മേലങ്കി നറുക്കെടുപ്പിലൂടെ ലഭിച്ച മഹാഭാഗ്യവതിയാണ് ഞാൻ അൽഫോൻസ. ഒരുപക്ഷെ എൻ്റെയും നിങ്ങളുടെയൊക്കെ സങ്കടങ്ങൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ദുഃഖങ്ങൾ, എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉത്തരവില്ലാത്ത പ്രതിസന്ധികൾ, അത് കാൽവരിയിൽ കുരിശിൻ്റെ താഴെ നിൽക്കാനുള്ള ഒരു വിളിയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയട്ടെ. പ്രിയമുള്ളവരെ, പത്രോസ് അപ്പസ്തോലൻ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറയുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. പത്രോസ് അപ്പസ്തോലന്റെ ലേഖനം 4-ാമത്തെ അധ്യായം 12 തുടങ്ങി 17 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾ പ്രിയപ്പെട്ടവരെ സഹിക്കുമ്പോൾ, പരീക്ഷിക്കപ്പെടുമ്പോൾ എന്തോ അപജയം സംഭവിച്ചു എന്നതുപോലെ നിങ്ങൾ വാവിട്ട് കരയരുത്. നിങ്ങളുടെ സഹനങ്ങൾ നിങ്ങളുടെ പരീക്ഷകളാണ്. നിങ്ങളുടെ പരീക്ഷണങ്ങൾ ദൈവം നിങ്ങൾക്ക് അയക്കുന്ന പരീക്ഷകളാണ്. നിങ്ങളുടെ മാറ്റ് തെളിയിക്കാൻ ആനന്ദത്തോടും അഭിമാനത്തോടും കൂടെ നിങ്ങളുടെ സഹനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുവാൻ, നിങ്ങളുടെ സഹനങ്ങളോട് നിങ്ങൾ സർഗാത്മകമായിട്ട് പ്രതികരിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് നൽകുന്ന പാഠം അതാണ്. ഈ സഹനത്തിൻ്റെ തീച്ചൂളയിലെ ക്രൈസ്തവ ശിഷ്യത്വത്തിൻ്റെ മാഹാത്മ്യത്തിൽ നിലകൊള്ളാൻ നമുക്ക് കഴിയട്ടെ. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നവൻ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ജീവിതത്തിൻ്റെ കുരിശുകൾ നമ്മുടെ വിളിയുടെ ആധികാരികത വ്യക്തമാക്കുന്ന കർത്താവിൻ്റെ ഇടപെടലുകളാണെന്ന് തിരിച്ചറിയുക. ഓരോ സഹനവും ഓരോ പരീക്ഷണമാണ്. ഓരോ സഹനവും ഓരോ പരീക്ഷയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 5-ാമത്തെ അധ്യായത്തിലെ
4ഉം 5ഉം തിരുവചനങ്ങള് അപ്പസ്തോലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ കഷ്ടപ്പാടുകള് നിങ്ങൾക്ക് സഹനശീലവും, നിങ്ങളുടെ സഹനശീലം നിങ്ങൾക്ക് ആത്മബലവും, നിങ്ങളുടെ ആത്മബലം നിങ്ങൾക്ക് പ്രത്യാശയും നൽകട്ടെ. എന്നിട്ട് അപ്പസ്തോലൻ പറയുന്നു, എന്താണ് പ്രത്യാശ? നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചൊരിയുന്ന സ്നേഹത്തിന്റെ പ്രവാഹമാണ് പ്രത്യാശ. നിരാശയുടെ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സങ്കടങ്ങൾ മനുഷ്യനെ അസ്വസ്ഥമാക്കുന്ന ഒരു ലോകത്തിലെ നമ്മുടെ സഹനങ്ങളിലെ നമുക്ക് ആത്മബലം ലഭിക്കാൻ പ്രാർത്ഥിക്കാം. നമ്മുടെ ആത്മബലങ്ങളിലെ കർത്താവിൻ്റെ പ്രത്യാശ സ്വീകരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ വ്യാകുലയായ മാതാവ് എനിക്കും നിങ്ങൾക്കും മുൻപിൽ അവതരിപ്പിക്കുന്ന ഒരു സുവിശേഷമുണ്ട്. ആ സുവിശേഷം കാൽവരിയുടെ സുവിശേഷമാണ്. കല്ലറയിൽ അടക്കപ്പെടാനുള്ള സുവിശേഷമാണ്. ഉത്തിതനോടുകൂടെ പുറത്തു വരാനുള്ള സുവിശേഷമാണ്. അതുകൊണ്ട് സഹനങ്ങളെല്ലാം തന്നെ ഉത്ഥാനത്തിലേക്കുള്ള ചിറക് വിരിക്കലാണെന്ന്, പ്രത്യാശയുടെ ചിറക് വിരിക്കലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹനങ്ങളെ സന്തോഷമായിട്ട് സ്വീകരിക്കാൻ പരിശുദ്ധമ്മ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ. പരിശുദ്ധ വ്യാകുല മാതാവിൻ്റെ മുൻപിലെ നിറമിഴികളോടും കൂപ്പിയ കരങ്ങളോടും കൂടെ നിൽക്കുമ്പോൾ സഹനങ്ങളെ വിലപ്പെട്ട നിധികളും സഹനങ്ങളുടെ തീച്ചൂളകളിലെ വിശുദ്ധീകരിക്കപ്പെടാനുള്ള അവസരവും നമുക്ക് സംലപ്തമാകാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മ നിങ്ങളുടെ സഹനവേളകളിലെ അമ്മയോടൊപ്പം കുരിശിൻ്റെ താഴെ നിൽക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കട്ടെ.